Hornet 160R ഒരു സാഡിൽ സ്റ്റേയും അതുപോലെ തന്നെ ഒരു ടോപ്പ് റാക്കും ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ജയ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ വണ്ടിയാണ് Hornet 160R. ഇതിനകത്ത് നമുക്ക് സാഡിൽ സ്റ്റേയും അതുപോലെ തന്നെ നമുക്ക് ഒരു കാരിയറും ഒരു ടോപ്പ് റാക്ക് കൂടി ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. JB റേസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ വാങ്ങിയത്. സോ ഹോർണറ്റിൻ്റെ നമുക്ക് അധികം ആക്സസറീസ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ MTയുടെ അല്ലെങ്കിൽ R15 ഒക്കെ പോലെ ആക്സസറീസ് ഒന്നും നമുക്ക് അധികം അവൈലബിൾ അല്ല. സോ ഇതെന്ന് പറഞ്ഞാൽ JB റേസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ ലുവിയ എന്ന് പറയുന്നൊരു ബ്രാൻഡിന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ടോപ്പ് റാക്കിന് തന്നെ ഏകദേശം 2640 രൂപയും സാഡിൽ സ്റ്റേക്ക് 2650 രൂപയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആക്സസറീസ് ഉണ്ട് ലുവിയയുടെ. സോ സൈറ്റിൽ കയറി നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ആക്സസറീസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഹാൻഡിൽ ബാർ റേസേഴ്സ് ഉണ്ട്, വിൻഷീൽഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസിങ് ഇച്ചിരി ഹൈ ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയും ആ രീതിയിലുള്ള നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് JB റേസിങ്ങിന് ഏകദേശം 2590 രൂപയാണ് ടോപ്പ് റാക്കും അതുപോലെ തന്നെ സാഡിൽ സ്റ്റേയോട് ചേർത്ത് നമുക്ക് വരുന്നത്. പിന്നെ മെഗ്ഡീൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല. ഒരു ഫ്രണ്ട് അയച്ചിരുന്ന ലിങ്ക് മാത്രം എനിക്കറിയാം. അവരുടെയും കയ്യിൽ ഇതുപോലെ നമ്മുടെ ഹോർണറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സാഡിൽ സ്റ്റേയും അതുപോലെ തന്നെ കാരിയറും വരുന്നുണ്ട്. സോ അതിന് ഏകദേശം നല്ല പ്രൈസിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ JB റേസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് നമ്മൾ പോയത്. സോ നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. 2600 രൂപ പ്രൈസ് വരുന്നുണ്ട്. സോ ആമസോണിൽ അവൈലബിൾ ആണ്. സോ ബെസ്റ്റിലാണ് നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. കവർ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം പ്രൊട്ടക്ഷനോടുകൂടി തന്നെയാണ് അവർ തരുന്നത്. പിന്നാണെങ്കിൽ ബ്രാൻഡിങ് JB റേസിങ്ങിൻ്റെ ഒരു കവർ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഹോർണറ്റ് സാഡിൽ സ്റ്റേ വിത്ത് കാരിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ആമസോണിൻ്റെ പാക്കിംഗ് ഒന്നുമില്ല. എന്നാലും ലുവിയ എന്തൊരു ആ ബ്രാൻഡോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ക്വാളിറ്റി ഒന്നും വരുന്നില്ല. കാരണം പ്രൈസ് അതുപോലെ പകുതി വരുന്നുള്ളൂ. രണ്ടും കൂടി ചേർത്ത് 2500 രൂപ വരുന്നുള്ളൂ. അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല ചിലപ്പം. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കവറെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ടോപ്പ് റാക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ടെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നമുക്ക് സാഡിൽ സ്റ്റേയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് അതിനും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. വെയിറ്റൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ അവർ നമുക്ക് ഇതിന് ആവശ്യമുള്ള നട്ടും ബോൾട്ടും അതുപോലെ വാഷറും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രാബ് റെയിൽ അഴിച്ച് മാറ്റണം. നമുക്ക് ഗ്രാബ് റെയിൽ വെക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഗ്രാബ് റെയിൽ നമുക്ക് അഴിച്ച് മാറ്റാം. വലിയ പണിയൊന്നുമില്ല. നമുക്ക് 4 ബോൾട്ട് അഴിച്ചാൽ മതി. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ ടൂൾസ് ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് നമ്മുടെ ടോപ്പ് റാക്ക് ഫിറ്റ് ചെയ്യാം. ടോപ്പ് റാക്ക് ഫിറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ജസ്റ്റ് ചെറിയൊരു അലൈൻമെൻറ്റ് ചെറിയൊരു വ്യത്യാസം വരുമായിരിക്കും. അതൊന്നും ശ്രദ്ധിക്കേണ്ട. ബോൾട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ സംഭവം കറക്റ്റായിട്ട് ഫിറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് താഴെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫൂട്ട് റെസ്റ്റ് അഴിക്കണം. ഫൂട്ട് റെസ്റ്റ് അഴിക്കാൻ പണ്ട് തൊട്ടുള്ള രീതി തന്നെയാണ്. ആ പിന്ന് ഊരിയിട്ട് വെക്കുക. അതിനിടാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം നട്ടും ബോൾട്ടും അവർ തന്നിട്ടുണ്ട്. അലങ്കി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതിങ്ങനെ ഊരിയെടുത്താൽ മതി. ഫൂട്ട് റെസ്റ്റിൻ്റെ അവിടുത്തെ നട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു ബോൾട്ട് എടുത്തിടുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ചെറിയ രീതിയിൽ അലൈൻമെൻറ്റ് വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് ആദ്യമേ നമ്മൾ ഈ 2 ബോൾട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഫുട്ട് റെസ്റ്റ് ഫിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഫുട്ട് റെസ്റ്റ് മടക്കിയും നോക്കിയൊക്കെ വേണ്ടതുകൊണ്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ 2 ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിനി ഫുട്ട് റെസ്റ്റ് ഫിറ്റ് ചെയ്യാം. ഫുട്ട് റെസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഒരു നല്ല നീളമുള്ളൊരു ബോൾട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് നോക്കുക സംഭവം ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. പെർഫെക്റ്റായിട്ടാണ് അവർ സംഭവം മേടിയിരിക്കുന്നത്. ഇത് കറക്റ്റ് ഹോർണറ്റിന് വേണ്ടി തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മൾ കാരിയർ ഫിറ്റ് ചെയ്തു. ഒരു സാഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് സംഭവം. കാരിയർ അല്പം അനങ്ങുന്നുണ്ടെങ്കിലേ ഉള്ളൂ. സോ എന്തായാലും നമ്മളിപ്പോൾ സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ലുക്ക് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഈ സൈഡിലായാലും ഇൻഡിക്കേറ്റർ ഒരു സ്ഥലത്തിത്ര വന്ന് തട്ടി പൊട്ടിച്ചുളഞ്ഞതാണ് വണ്ടി സൈഡിൽ ഇരുന്ന സമയത്ത്. ഓക്കെ, നമ്മളിന്ന് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ആക്ഷൻ ക്യാമറ മാറ്റി ഫോണിലും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ കിട്ടും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഏകദേശം ലുക്ക് എന്ന് പറയുന്നത്. സീറ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്കാണ്. സോ എന്തായാലും നമ്മളിപ്പോൾ അവസാനത്തെ പണിപ്പുരയിലാണ്. സീറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കുണ്ട്. അതുപോലെ തന്നെ മെയിൻലി ലുക്കല്ല നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതാണ്. അത്യാവശ്യം സ്ട്രെങ്ത് വരുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് അതിനകത്ത് പോരായ്മ തോന്നിയത് ഇവിടെ
ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അകത്തൂടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വെയിറ്റുള്ള ബാഗ് നമുക്ക് വെക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ പാരലായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. എന്തായാലും ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. എന്തായാലും ചെറിയൊരു സംശയം വരാം, നമുക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ലേഡീസിന് ഇരിക്കാനാണെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കാല് തട്ടുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ സാഡിൽ സ്റ്റേ അതുപോലെ തന്നെ ടോപ്പ് റാക്കും ഫിറ്റ് ചെയ്തു Hornet 160R. നമ്മൾ കുറച്ച് ഓടിച്ചു നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം ഇരിക്കുന്നുണ്ട്. വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആണ്. നമ്മൾ അന്നേരം ഞെക്കി നോക്കിയപ്പോൾ അത്യാവശ്യം ആടുന്നുണ്ടായിരുന്നു, നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടൈറ്റ് ചെയ്ത സമയത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ 2500 രൂപയ്ക്ക് മുതലാണോ എന്ന് ചോദിച്ചെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട്, ഇവിടുന്ന് ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കാരിയറിലേക്ക് ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയതിനെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പാരലായിട്ടൊരു കമ്പി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടിരുന്നേനെ. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 15 കിലോളം നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ സാഡിൽ ബാഗ് വേണം. സാഡിൽ ബാഗ് ഏകദേശം 1200 രൂപ തൊട്ട് സാഡിൽ ബാഗ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. Hornet 160R നമ്മൾ ഒരു സാഡിൽ സ്റ്റേ അതുപോലെ തന്നെ ടോപ്പ് റാക്ക് ഫിറ്റ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.